ഡിയേഴ്സ്, ഇലക്ട്രോ സൊല്യൂഷൻസ് പെരിന്തൽമണ്ണയിൽ നിന്നും സ്റ്റുഡിയോ മാസ്റ്റർ ADI 16.6 ഡിജിറ്റൽ മിക്സർ നമ്മൾ നേരത്തെ 2 വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് നമുക്ക് ഡിജിറ്റൽ മിക്സറിൽ ചാനൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. പ്ലീസ് കം. മിക്സർ നമ്മൾ പവർ കൊടുത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. കണക്ഷനായിട്ട് മെയിൻ ലെഫ്റ്റിൽ നിന്നും നമ്മൾ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. മൈക്രോഫോൺ ചാനൽ 1-ൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എഫക്റ്റുകൾ അറിയുന്നതിന് വേണ്ടി നമ്മളൊരു പോർട്ടബിൾ ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഇവിടെ നിന്നും നമ്മൾ കൊടുത്തിട്ടുള്ള ചാനലുകൾ സെലക്ട് ചെയ്യാനുള്ള ലേയേഴ്സ് കീസ് ഉണ്ട്. 1 മുതൽ 8 വരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്നും ചാനൽ 1 നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഫാഡർ കൊടുക്കുന്നു. ഫാഡർ കൊടുക്കുമ്പോൾ നമ്മുടെ സിഗ്നൽ മൈക്രോഫോൺ ഓൺ ആക്കുന്നതോടുകൂടെ നമുക്ക് സിഗ്നൽ പോകുന്നത് കാണാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ മെയിൻ ഔട്ട്പുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഔട്ട്പുട്ടിലേക്ക് മെയിൻ അസൈൻ എന്നുള്ളൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. നമുക്ക് ആ ബട്ടൺ മെയിൻ അസൈനിൽ കൊടുക്കുന്നു. അതോടൊപ്പം മെയിൻ ഔട്ട്പുട്ടിലുള്ള ഫാഡർ നമ്മൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് നേരിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിലൂടെ കേൾക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചാനലിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ചാനലിൽ എഫക്ട്സുകൾ, അതായത് ഡിലേ, റിവർബ് പോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഇതിനായി നമുക്കിവിടെ ഒരു ഷോർട്ട് ഉണ്ട്. ഇതിൽ നമ്മുടെ കയ്യിൽ 2 എഫക്ട്സുകളുണ്ട്. അതിൽ ഒരു എഫക്ട്സ് നമുക്ക് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മെനു ആയിട്ട് വരും. ഈ എഫക്ട്സ് 1 നമ്മൾ ഓണാക്കുന്നു. അതിൻ്റെ എഫക്ട്സ് നമുക്കിവിടെ കൂട്ടാനും കുറക്കാനും പറ്റും. ഇവിടെ നമ്മൾ എഫക്ട്സ് ഒരല്പം കൂട്ടി വെച്ച് എഫക്ട്സ് 1 ഇപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ എക്സിറ്റ് ആയി. ഇവിടെ എഫക്ട്സിന് സെപ്പറേറ്റ് മെനു വരുന്നുണ്ട്. ആ എഫക്ട്സിൽ നമ്മൾ ഇത് ഓണാക്കി കൊടുക്കുകയും അതിൻ്റെ സമയം കാര്യങ്ങൾ കൂട്ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ എഫക്ട്സ് ഡിലേ വരുന്നതാണ്. ഡിലേയുടെ എഫക്ട്സ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. പാഡറിൽ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ടച്ച് സ്ക്രീനിൽ കൺട്രോൾ ചെയ്യാം. എഫക്ട്സിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റിൽ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ടൈം, ഡിലേ, ഡാമ്പിങ് എഫക്റ്റുകൾ, അതുപോലെ നമ്മളതിലിവിടെ റിവർബ്, ഹാൾ എഫക്റ്റ്, ഇതിൻ്റെ എഫക്റ്റുകൾ നമുക്കിവിടെ നൽകി കൊടുക്കാം. എഫക്ട്സ് 2 എഫക്ട്സുകളുണ്ട്. ആ 2 എഫക്ട്സുകൾ നമുക്ക് ഇതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡിലേ ആണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിലേയുടെ സൗണ്ട് ഇവിടെ കാണാം. അതിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് പല രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഹാൾ എഫക്റ്റ് ആണ്. ഹാൾ എഫക്റ്റിന് പാരാമീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് മെനുവിലാണ് ക്ലിക്ക് ചെയ്യുന്നത് ആ മെനുവിനനുസരിച്ച് ഈ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തത് മെയിൻ ഔട്ട്പുട്ടിൽ നിന്നും ഔട്ട്പുട്ട് എടുക്കുന്ന കോൺഫിഗറേഷനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 6 ബസ് ഔട്ട്പുട്ടുകളുണ്ട്. നമുക്ക് പല കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 6 ഔട്ട്പുട്ടുകൾ. നമുക്ക് എങ്ങനെ ബസ് ഔട്ട്പുട്ടിലെ ഒരു ഔട്ട്പുട്ടിലേക്ക് ഈ നമ്മൾ സെറ്റ് ചെയ്ത ചാനലിനെ കൊണ്ടുവരാം എന്നുള്ളതാണ് അടുത്ത വീഡിയോ. അതിനായി ഞാൻ മെയിൻ ഔട്ട്പുട്ടിൽ നിന്നും ബസ് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് കണക്ഷൻ നമ്മൾ ഔട്ട്പുട്ട് ബസ്സിലേക്ക് മാറ്റിയതിന് ശേഷം കാണാം സിഗ്നൽ വരുന്നുണ്ട്, പക്ഷേ ഔട്ട്പുട്ട് സിഗ്നൽ വരുന്നില്ല. ഇവിടെ നമ്മൾ ഓരോ ചാനലും നമ്മൾ ചാനൽ 1-ലാണ് ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങൾക്ക് മെനു കാണാൻ പറ്റും. ബസ് ഔട്ട്പുട്ടിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ് 1-ലാണ് നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഓൺ ആക്കുകയും അതോടൊപ്പം തന്നെ അതിനൊരു dB നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൂട്ടി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നിങ്ങൾക്ക് സൗണ്ട് വരുന്നതായിട്ട് കാണാം. ഡ്രൈ ഔട്ട്പുട്ടായിരിക്കും വരിക. നമുക്ക് ഇൻപുട്ട് സിഗ്നൽ ചേഞ്ച് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ഔട്ട്പുട്ട് വേണോ പോസ്റ്റ് ഔട്ട്പുട്ട് വേണോ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പോസ്റ്റ് ഔട്ട്പുട്ട് ആണെങ്കിൽ ഫാഡറിൽ കൺട്രോൾ ഉണ്ടാവില്ല. ഫ്രീ ഔട്ട്പുട്ട് ആണെങ്കിൽ ഫാഡറിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് dB നമുക്ക് മാറ്റി കൊടുക്കാം. ഡ്രൈ ഔട്ട്പുട്ട് ആകുമ്പോൾ എഫക്ട്സുകൾ ഉണ്ടാവില്ല. ഇതിൽ നിന്നും എക്സിറ്റ് ആയതുകൊണ്ട് നമുക്ക് എഫക്ട്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും എഫക്ട്സ് മെനുവിലേക്ക് പോവുക. അവിടെ നിന്ന് ബസ് ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ എഫക്ട്സിൻ്റെ ഒരു ഔട്ട്പുട്ട് ലെവൽ നമ്മൾ മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഔട്ട്പുട്ട് ലെവൽ ശരിക്കും
തിരിച്ചറിയണം. ഇവിടെ നിർവഹിക്കുന്ന ഔട്ട്പുട്ട് എഫക്ട്സ് പ്രീ പോസ്റ്റ് പാർട്ട് വേണം. പോസ്റ്റ് പാർട്ട് നമുക്ക് പാടിൽ കണ്ടുപോയിട്ടില്ല. പ്രീ